ഒരു മിനിറ്റ്. വളരെ ചൂടുണ്ടല്ലേ. ചൂട് കാലത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ബ്രെയിൻ ഹെൽത്തിനും നമ്മുടെ ബോഡി ഹെൽത്തിനും എന്തൊക്കെയാണ് വേണ്ടത്? ജലാംശം കുറയുന്നതാണ് ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ജലാംശം കുറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്? അത് കാരണം തലച്ചോറിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാം? നടുവിനും കഴുത്തിനും തേയ്മാനം കൂടുതലുള്ള ആളുകൾക്കും എന്തൊക്കെ പ്രോബ്ലംസ് വരാം? സാധാരണയിൽ നമ്മൾ എത്രമാത്രം നമ്മൾ വേർത്ത് പോകുന്നു അത്രമാത്രം നമ്മൾ ജലാംശം ഉള്ളിലേക്ക് എത്തിക്കണം. അതായത് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ തെളിഞ്ഞ ക്ലിയർ വാട്ടർ തന്നെയാണോ നമ്മൾ കുടിക്കേണ്ടത്? എപ്പോഴും നമുക്ക് കിട്ടുന്ന പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ മിനറൽ വാട്ടർ അല്ല. അതിനകത്ത് മിനറൽസോ ഇലക്ട്രോലൈറ്റ്സോ ഒന്നും അടങ്ങിയിരിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വേർത്ത് പോകുന്നു, അതിനകത്ത് ഉപ്പ് രസമുള്ള വേർപ്പാണ് പോകുന്നത്. അതിന് പകരമായിട്ട് ക്ലീൻ ആയിട്ടുള്ള പ്യുവർ വാട്ടർ കുടിച്ചാൽ മാത്രം മതിയാവില്ല, കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് വേണം. ഇപ്പോൾ നാരങ്ങയുള്ള ഉപ്പിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ കരിങ്ങാലി വെള്ളമോ അതേപോലെയുള്ള ദാഹശമനികൾ നമ്മൾ കുടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ അംശം കൂടുതൽ ചെല്ലാം. ഇതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ തലവേദന വരാം. മൈഗ്രെയിൻ ടെൻഡൻസിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരാം. പെട്ടെന്ന് ചൂടിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ കുളിക്കുകയോ പെട്ടെന്ന് കുളിച്ച് കഴിയുമ്പോൾ മസിൽ പെട്ടെന്ന് നീര് വയ്ക്കും. അപ്പോൾ കഴുത്ത് വേദന വരാം, നടുവേദന വരാം. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക, കൂടുതൽ മിനറൽ വാട്ടർ കുടിക്കുക.